എന്തിനു വേണ്ടി ഇവർ ചെയ്യുന്നു? ഒരു ഭാഗത്ത് പണം വേണം എന്ന് ഭരിക്കുന്നവർ, മന്ത്രിമാരെ ഉപദേശിക്കുന്ന വിദ്യാഭ്യാസ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറയുമ്പോൾ നേതാക്കൾ എതിർക്കുന്നത് എന്തിനു വേണ്ടി? ഒന്ന് നമ്മൾ ആദ്യഘട്ടം നമ്മൾ പറഞ്ഞിരുന്നു, ഇത് ചില ന്യൂനപക്ഷ പ്രീണനങ്ങൾക്ക് വേണ്ടി ഒരു ഭയം ജനിപ്പിച്ച് ആ വിഭാഗത്തെ എന്നും ഒരാശങ്കയിൽ നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം ഈ പാർട്ടികൾക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അതിൻ്റെ ഒരു വശമാണ്. രണ്ട്, പുരോഗതിയിലേക്കും പുരോഗമന ചിന്തകളിലേക്കുമൊക്കെ നമ്മുടെ ദേശീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലേക്കുമൊക്കെ നമ്മുടെ കുട്ടികൾ പോകുന്നതിനെ ഈ പറയുന്ന ജിഹാദി വിഭാഗങ്ങളൊക്കെ വലിയ രീതിയിൽ പേടിക്കുന്നുമുണ്ട്. അതും ഇതിൻ്റെ ഒരു വശമാണ്. മറ്റൊരു വശമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാർട്ടി സംവിധാനങ്ങളുടെ പ്രശ്നം എന്നുള്ളത്. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോടാണ്. നമ്മളുടെ കുട്ടികൾ കൂടുതലും പഠിക്കുക സർക്കാർ സ്കൂളുകളിൽ തന്നെ ആയിരിക്കും. അതിന് ഈ കുറേ കാലം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ പാമ്പ് കടിയേറ്റ് കുട്ടികൾ മരിക്കുന്ന, ഇലക്ട്രിക് ഷോക്കേറ്റ് കുട്ടികൾ മരിക്കുന്ന ഒരു സാഹചര്യം വേണോ? അതോ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം നടപ്പിലാക്കിയ നമ്മുടെ നാട്ടിലെ തന്നെ വിവിധ സ്കൂളുകളിൽ, കേന്ദ്രീയ വിദ്യാലയങ്ങളടക്കം നടപ്പിലാക്കിയിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കണമോ എന്നുള്ളതാണ്. കാരണം പഴയ കാലത്തെ വിദ്യാഭ്യാസ രീതിയും പഴയ കാലത്തെ സിലബസും പഴയ കാലത്തെ സ്കൂൾ സൗകര്യങ്ങളും കൊണ്ട് പുതിയ കാലം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വെല്ലുവിളിയെ നേരിടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞവൻ ഇപ്പോഴും എഴുതാനും വായിക്കാനും അറിയാത്ത പല സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതിലൊക്കെ കാലോനുസൃതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വേണം. PM ശ്രീ പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കണം. ഈ രാഷ്ട്രീയക്കാരുടെ നിലപാടുകളിൽ നിന്ന് അവരെ അതിൽ നിന്ന് തള്ളാൻ, അല്ലെങ്കിൽ ആ നിലപാടുകളിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ് എനിക്ക് പറയാൻ. ഇതിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞത്, ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ ഏറ്റവും അപരിഷ്കൃതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വേണമെന്ന ഒരു ചിന്ത കൂടിയാണ് ഇതിലേക്ക് വരുന്നത്. വാശി. അതായത് കുട്ടികൾ ലോകത്തിൻ്റെ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കരുത്, AI എന്താണ് തിരിച്ചറിയരുത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ് തിരിച്ചറിയരുത്, അവർ പുതിയ കാലത്തിനോടൊപ്പം സഞ്ചരിക്കരുത്. ഇവർ പഴയ അപരിഷ്കൃതമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നിന്നാൽ മാത്രമേ ഇവർ മതത്തിൻ്റെ അടിമയായി നിൽക്കുള്ളൂ. ഇവർ നമ്മുടെ രാഷ്ട്രീയ അവരുടെ മനസ്സിലുണ്ടാകുള്ളൂ. നമ്മൾ തെളിക്കുന്ന ഇടത്തൂടെ അവർ പോകണമെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാകരുത് എന്നുള്ള ഏറ്റവും കുടില തന്ത്രമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഐസൻ ജോസ്, ഒരു മിനിറ്റ് പോലും നമുക്ക് ബാക്കിയില്ല. റൈറ്റ് സൈഡിൽ ഇത് നിഷേധിക്കപ്പെടുന്നത് ആർക്കാണ്? നീതി നിഷേധിക്കപ്പെടുന്നത് ആരുടെ മുന്നിലാണ് ഇവർ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നത്? തീർച്ചയായും ഇവർ ഈ പാനലുണ്ടായിരുന്ന 3 പേരും പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. നിഷേധിച്ചത് സാധാരണ മനുഷ്യർക്കാണ്, സാധാരണ കുട്ടികൾക്കാണ്. ഞാനും ഇതുപോലെ തന്നെ ഒരു എയ്ഡഡ് സ്കൂളിലാണ് പഠിച്ചത്. എയ്ഡഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ സർക്കാർ ശമ്പളം കൊടുക്കുന്ന ടീച്ചർമാർ പഠിപ്പിക്കുന്ന സ്കൂൾ എന്നാണല്ലോ. സർക്കാർ സ്കൂൾ ആയിരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ സർക്കാർ സംവിധാനത്തിലാണ് ഞാനും ഇവിടെയുള്ളവരൊക്കെ വന്നിരുന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യം. ചിലർക്കൊക്കെ മാറ്റമുണ്ടെങ്കിലും അതിൽ അങ്ങനെ ഉണ്ടായിരിക്കുന്നത് 1957-ലും 67-ലും നിർണായകമായൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതായത് 57-ലാണ് 4ാം ക്ലാസ് വരെ 4ഉം 4.5 ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസമാക്കിയതും 67-ലാണ് 10ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസമാക്കിയതും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി 10ാം ക്ലാസ് യോഗ്യതയുള്ളൊരു വിഭാഗം പഠിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം എല്ലാവരുടെയും അവകാശമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതും അത് അവകാശം നേടാൻ സാധ്യമാക്കുന്ന ഒരു അവസരം തുറക്കുകയാണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവസരമാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു നിർണായക വിഷയം കൂടി എനിക്ക് പറയാനുണ്ട്. ഒരൊറ്റ സെൻറ്റൻസ് പറയാം. അതായത് ഈ ന്യൂനപക്ഷത്തെ ഭീതി ജനിപ്പിക്കുന്ന, ന്യൂനപക്ഷ ഭീതി ജനിപ്പിച്ച് എങ്ങനെയാണോ ഇതിനെ ഒരു നിലനിർത്താൻ ശ്രമിച്ചത്, അതിനെ എരുതിയിൽ എണ്ണയൊഴിക്കാൻ ഇതിൻ്റെ മറ്റു ചില പക്ഷവും ന്യൂനപക്ഷത്തിന് എതിരായ ചില പക്ഷങ്ങളും ശ്രമിച്ചു എന്നുള്ളൊരു ഗുരുതരമായ പ്രശ്നം കൂടി ഇവിടെയുണ്ട്. ന്യൂനപക്ഷത്തിൽ ഭയമുണ്ടെങ്കിൽ ആ ഭയം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ലക്ഷ്യം വെച്ച് ചെയ്യുന്നവരും ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് വേണ്ട എന്ന് വെച്ച് ചെയ്യുന്നവരും കൂടി പങ്കുവയ്ക്കാൻ ശ്രമിച്ചത് വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒന്ന് മാത്രം, ഈ മുദ്രാവാക്യങ്ങൾ ആർക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയണം. പാവപ്പെട്ടവന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നിഷേധിക്കുക എന്നുള്ളത് ഇവരെന്തിൻ്റെ പേരിലാണെങ്കിലും, എന്ത് താല്പര്യമാണെങ്കിലും, എന്ത് നമുക്ക് പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാകാത്ത എന്ത് പ്രത്യയശാസ്ത്രം ഇവർ മുന്നോട്ട് വച്ചാലും, ഇവർ ഇരുട്ടിട്ട് ഓട്ടയടച്ച് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഒറ്റ ചോദ്യം ചോദിക്കണം: ഈ നേതാവിൻ്റെ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിച്ചത്? MLA-യുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിച്ചത്? മന്ത്രിയുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിച്ചത്? ആ അവസരം, ആ അടിസ്ഥാന സൗകര്യം, ആ സ്മാർട്ട് ക്ലാസ് റൂം, ആ ആധുനിക ലാബ്, ആ കളിക്കളം, ആ ഗ്രീൻ ക്യാമ്പസ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറം അല്ലെങ്കിൽ നമ്മളെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റണം ഇവർക്ക്.